CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചൂണ്ടലിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. റേഷൻ കടകൾ ഉൾപ്പെടെ 8 സ്ഥാപനങ്ങളുടെ പൂട്ട് തകർത്താണ് മോഷണം നടന്നിട്ടുള്ളത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ പടിയൂർ നരന്റെവിട വീട്ടിൽ 41 വയസ്സുള്ള ഫാജിസിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ചിറ്റന്നൂരിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. അഞ്ഞൂർ പാർക്കാടി പാടശേഖരത്തിലെ വെള്ളച്ചാലിൽ നിന്നാണ് കുന്നംകുളം എക്സൈസ് സംഘം കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. തൃശൂരിൽ TTEയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ പ്രതി ജോലി ചെയ്തിരുന്നത് കുന്നംകുളത്ത്. എറണാകുളം മഞ്ഞുമൽ സ്വദേശി B വിനോദാണ് കൊല്ലപ്പെട്ടത്. കേച്ചേരി പറപ്പൂക്കാവിൽ പാപ്പാനെ തോട്ടികൊണ്ടടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. മച്ചാട് ജയറാം എന്ന ആനയുടെ പാപ്പാൻ തിരുവല്ല കവിയൂർ സ്വദേശി തുമ്പുങ്ങൽ മലയിൽ വീട്ടിൽ 32 വയസ്സുള്ള അയ്യപ്പദാസിനെയാണ് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പരിസരത്തു നിന്നും പ്രകടനമായി കളക്ടറേറ്റിലെത്തിയാണ് K രാധാകൃഷ്ണൻ പത്രിക സമർപ്പിച്ചത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും ആരംഭിച്ച ഉജ്ജ്വലമായ പ്രകടനത്തോടെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം എത്തിയാണ് കളക്ടറേറ്റിൽ വരണാധികാരി VR കൃഷ്ണതേജ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി TN സരസുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുന്നംകുളം നഗരത്തിൽ റോഡ് ഷോ നടത്തി. ഇന്നലെ വൈകിട്ട് 7 മണിയോടെ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഗുരുവായൂർ, തൃശൂർ, പട്ടാമ്പി റോഡുകളിലൂടെ കടന്ന് കുന്നംകുളം നഗര കേന്ദ്രത്തിലെത്തി സമാപിച്ചു. LDF തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ വടക്കേക്കാട്, പൊന്നൂർക്കുളം പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച സൗഹൃദ സംഗമവും ഇഫ്താർ വിരുന്നും സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിലുള്ളവരുടെ സംഗമവേദിയായി. നാനാജാതി മതസ്ഥരുടെയും ആശ്രയവും വിശ്വാസവുമായ എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദൈവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ഇടവക മധ്യസ്ഥൻ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 106ാമത് സംയുക്ത ഊട്ടുതിരുനാളാണ് 3 ദിവസങ്ങളിലായി ആഘോഷിച്ചത്. വേലൂർ ഇഫ് ക്രിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 7ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് വെള്ളിയാഴ്ച അരങ്ങുണരും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സ്നേഹവും സാഹോദര്യവും വിളിച്ചോതുന്ന സൗഹൃദ സംഗമമായി പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഒരുക്കിയ സമൂഹ നോമ്പുതുറ. മാനവ സൗഹാർദ്ദത്തിന്റെ മഹിത മാതൃക തീർത്ത് ജുമാ മസ്ജിദിന്റെ തിരുമുറ്റത്തൊരുക്കിയ ഇഫ്താർ സംഗമത്തിൽ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് സിംല ഹസൻ, കമ്മിറ്റി ഭാരവാഹികളായ പുരളിയിൽ അബൂബക്കർ, അല്ലമീൻ ഉസ്മാൻ ഹാജി, VS അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി ആഘോഷിക്കുന്ന വൈലത്തൂർ ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടവക മധ്യസ്ഥനായ കുര്യാക്കോസ് സഹദായുടെയും സെബസ്ത്യാനോസിന്റെയും യൗസെ പിതാവിന്റെയും അന്തോണീസിന്റെയും അൽഫോൺസാമയുടെയും തോമസ് ലീഹയുടെയും സംയുക്ത തിരുനാളാണ് ഏപ്രിൽ 7 മുതൽ 10 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുന്നത്. വെളിയങ്കോട് വെസ്റ്റ് മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമദാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു. മഹല്ല് പ്രസിഡന്റ് KM മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സേനകളിലേക്ക് പ്രവേശനം നേടാൻ തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാഴ്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ പരീക്ഷാ പരിശീലന ക്ലാസ് ആരംഭിച്ചു. പരൂർ പടവ് കോൾകൃഷി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി. രാവിലെ 10 മണിക്ക് പഴയ പോസ്റ്റ് ഓഫീസിന് കിഴക്ക് എളമ്പരങ്ങാട്ടയിൽ പള്ളിത്താഴത്ത് പാടശേഖരത്തിൽ വെച്ച് നടത്തിയ കൊയ്ത്തുത്സവം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ സൗജന്യ യോഗ പരിശീലന ക്ലാസുകൾ ഏപ്രിൽ 5 മുതൽ ആരംഭിക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ MRI സ്കാനിംഗ് ചാർജ് കുറയ്ക്കുന്നതിനും പരിശോധനാ ഫലം വേഗത്തിൽ നൽകുന്നതിനും നടപടികൾ സ്വീകരിക്കാനായി ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർ, ചെയർമാൻ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർക്കും ആശുപത്രി വികസന സൊസൈറ്റി അംഗം KL നാരായണൻ നിവേദനം നൽകി. കീഴൂർ ജനതാ ലൈബ്രറിയിലേക്കായി മുള്ളത്ത് വീട്ടിൽ സതി 200-ൽ പരം പുസ്തകങ്ങൾ നൽകി. കാരുണ്യത്തിന് കാത്തുനിൽക്കാതെ ലിയോ യാത്രയായി. മുണ്ടത്തിക്കോട് കിടങ്ങൻ ജോൺസൺ മകൻ ലിയോ നിര്യാതനായി. 31 വയസ്സായിരുന്നു. മരത്തങ്ങോട് കിടങ്ങൂരിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാളത്തുപറമ്പിൽ വീട്ടിൽ 26 വയസ്സുള്ള ജാസിറിനെയാണ് ഇന്ന് രാവിലെ 9:30 വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.